ഉണ്ണിക്കണ്ണൻ ബിഗ് ബോസിലേക്ക് കളിയാക്കിയവരെ കൊണ്ട് തിരുത്തി പറയിച്ചവൻ, തന്റെ ആഗ്രഹങ്ങളെ കേരള ജനതയുടെ സ്വപ്നമാക്കിയവൻ, എല്ലാ വീഡിയോയിലും വന്ന് ഈ 4ാം ക്ലാസ്സുകാരനെ ഓർക്കുക എന്ന് പറഞ്ഞ മോട്ടിവേഷൻ തരുന്നവൻ ഇന്നിതാ 2 സിനിമ അഭിനയിച്ചു വന്നിരിക്കുന്നു. കേരള ജനത കാത്തിരിക്കുന്ന വിജയുമായുള്ള ഫോട്ടോ വരാനിരിക്കുന്നു. ഇപ്പോൾ ഒരു ന്യൂസ് വരുന്നു, ബിഗ് ബോസിലേക്ക് ഉണ്ണിക്കണ്ണന് ക്ഷണം കിട്ടിയെന്ന്. ഇത് സത്യമാണെങ്കിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇനി ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്ന ഒറ്റ പേര് ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാം. ഉണ്ണിക്കണ്ണൻ വിജയിനെ കാണാൻ വേണ്ടി മാത്രമായിരുന്നില്ല നടന്നത്, തന്റെ കരിയറിലേക്കും കൂടിയായിരുന്നു. തന്റെ പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിട്ടാണ് ഉണ്ണിക്കണ്ണൻ ഇന്ന് ജനശ്രദ്ധ നേടിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകളോ ഒരു ഫോട്ടോ പോലും ഇല്ലാതിരുന്നിട്ട് പോലും കേരള ജനത ഉണ്ണിക്കണ്ണനെ വിശ്വസിക്കാൻ കുറെ കാരണങ്ങളുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം, ഇതിനു മുന്നേ വിജയിന്റെ കൂടെ കേരളത്തിൽ നിന്ന് അഭിനയിച്ച നടന്മാരുടെ വെളിപ്പെടുത്തലുകളാണ്. പ്രമുഖ നടനായ ബിനീഷ് ബാസ്റ്റിൻ ഉണ്ണിക്കണ്ണനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഉണ്ണിക്കണ്ണൻ വിജയ് സാറിനെ കണ്ടു എന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ വിജയ് സാറിന്റെ കൂടെ തെരി എന്ന സിനിമയിൽ അഭിനയിച്ചതാണ്. ഷൂട്ടിംഗ് എനിക്ക് പല ദിവസങ്ങളിലായി 20 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവസാന ദിവസമാണ് എനിക്ക് വിജയ് സാറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റിയത്. അതും അവരുടെ ഫോണിൽ ക്യാമറയിൽ നിന്നാണ് എടുത്തത്. സിനിമ റിലീസ് ആകാറായപ്പോൾ എനിക്ക് അവർ അയച്ചു തന്നു. കാരണം വിജയ് സാറിന്റെ ഗെറ്റപ്പ് പുറത്തു പോകാതിരിക്കാനാണ്. അതേപോലെ തന്നെ നമ്മളുടെ മാളൂട്ടിയും വിജയ് സാറിന്റെ കൂടെ ഫോട്ടോ എടുത്തത് സിനിമ ഇറങ്ങുന്നതിന് മുന്നാണ് അയച്ചു കൊടുത്തത്. എന്തായാലും ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, വിജയ് സാറിന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പുതിയ സിനിമ ഇറങ്ങുന്നതിന്റെ മുന്നാണ് അയച്ചു കൊടുക്കുക. ചുരുങ്ങിയത് 1 വർഷം എടുക്കും ഉണ്ണിക്കണ്ണനും വിജയ് സാറുമായുള്ള ഫോട്ടോ വരാൻ. ഉണ്ണിക്കണ്ണൻ ഒരു കിങ് മേക്കറാണ്. പറയാൻ കാരണം, ആദ്യം വിജയ് സാറിനെ കാണണമെന്ന് പറയുന്നു, ജനശ്രദ്ധ നേടിയതിനു ശേഷം മറ്റു സിനിമയിൽ അഭിനയിക്കണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മലയാളത്തിൽ 2 സിനിമയിൽ അഭിനയിക്കുന്നു, ഇനി തെലുങ്കിലും മറ്റു നടന്മാരുടെ കൂടെയും അഭിനയിക്കണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ അവസരങ്ങൾ വരുന്നു. വിജയ് സാറിനെ കണ്ടതിന് ശേഷം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതും സമൂഹ മാധ്യമങ്ങളിൽ ഡിബേറ്റ് ഉണ്ണിക്കണ്ണൻ കൊടുത്തത് തന്നെ എനിക്ക് ബിഗ് ബോസിൽ മത്സരിക്കണമെന്നാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഒരു ആഗ്രഹമുണ്ട്, അത് നമുക്ക് നടക്കുമെന്ന് അറിയില്ല. ബിഗ് ബോസിലൊന്ന് പോകണമെന്നുണ്ട്. 4ാം ക്ലാസ്സുകാരനല്ല, നടക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഉണ്ണിക്കണ്ണൻ ബിഗ് ബോസിൽ ഉണ്ടാവും. കാരണം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയവരാണ് ബിഗ് ബോസിൽ ഉണ്ടാവുക. ഇപ്പോഴത്തെ കോളേജ് പിള്ളേരെ എടുത്ത് നോക്കിയാലും കോളേജ് ഇനാഗുറേഷന് മുഴുവൻ ഉണ്ണിക്കണ്ണനാണ്. അതേപോലെ തന്നെ യൂത്തന്മാരുടെ സപ്പോർട്ട് ഉണ്ണിക്കണ്ണനുണ്ട്. വിജയിനെ നെഞ്ചിലേറ്റിയവരുടെ സപ്പോർട്ടും ഉണ്ണിക്കണ്ണനുണ്ട്. എന്തായാലും 100ൽ 99% 2025 ബിഗ് ബോസിൽ ഉണ്ണിക്കണ്ണൻ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ ക്ഷണം കിട്ടി എന്നുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് ഉണ്ണിക്കണ്ണൻ എന്നെ വെളിപ്പെടുത്തണം. ഇനി ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്താണ് ഉണ്ണിക്കണ്ണൻ വെളിപ്പെടുത്തുക എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഉണ്ണിക്കണ്ണൻ എത്തട്ടെ എന്നും ഉണ്ണിക്കണ്ണന്റെ ആഗ്രഹം പോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നേറാൻ സാധിക്കട്ടെ എന്നതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടും ഉണ്ണിക്കണ്ണനോടൊപ്പമുണ്ട്.